മുതലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ, പക്ഷെ ആ മുതൽ എങ്ങനെ വന്നുന്നും അതെങ്ങനെ ചെലവാക്കിയെന്നും റബ്ബിനോട് പറയേണ്ട ഒരു അവസ്ഥ വരാനുണ്ട്. അന്ന് റബ്ബിനോട് പറയേണ്ടി വരും ഓരോ ഉറുപ്പിനെ പറ്റിയും. അതുകൊണ്ടാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതും, പണക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 കൊല്ലം മുൻപ് പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം എന്താ? അവനത്രേ പറയാനുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, മരിച്ച വാപ്പ 4 മക്കൾക്കും വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ ആലോചിച്ച് നോക്കുക, അൽഹംദുലില്ലാ, വാപ്പാന്റെ ഒക്കെ ഒരു പുണ്യം. 4 മക്കൾക്കും 2 പെണ്ണും 2 ആണും എല്ലാവർക്കും വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനം മരിച്ച വാപ്പാന്റെ പേരില് ഒരു വലിയ പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ പേരിൽ മക്കൾ തമ്മിൽ തുടങ്ങി. ഞാനടക്കം 8 മധ്യസ്ഥിരുന്നു, തീരുന്നില്ല. കൊലയാട്ട് വിളിയും തെറിവിളിയും, പല നിലക്കും അടിയും പിടിയും പ്രശ്നങ്ങളുമായി. രാത്രി 2 മണിക്കൊക്കെ മധ്യസ്ഥം കഴിഞ്ഞ് ഒന്നും എത്താതെ തിരിച്ചു പോരുമ്പോ ഞാൻ എന്റെ വാപ്പാനെ മനസ്സിലാലോചിച്ചിട്ട് പറയും, സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല മനുഷ്യൻ, ആകെ 15 സെന്റേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. ഈ മുതലിന്റെ പേരിലുള്ള ആർത്തി മനുഷ്യന് തീരുന്നില്ല. അള്ളാഹു പറഞ്ഞ മാതിരി ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിൽ എത്തുന്നവരെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം പടച്ചോൻ തന്നതൊക്കെ മോശമായി പോയി നല്ലട്ടോ. നല്ലുള്ളവരും നല്ല നിലക്ക് കൊടുക്കുന്നവരും ഉണ്ട്. സമ്പത്ത് നല്ല നിലക്ക് വാങ്ങുന്നവരും ഉണ്ടാക്കുന്നവരും നല്ല നിലക്ക് കൊടുക്കുന്നവരും ഉണ്ട്.